ഹായ് ഫ്രണ്ട്സ്, നിതീഷ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തമിഴിൽ കണ്ടതുപോലെ തന്നെ ക്ലാസിക്കൽ വയലിൻ ലെസൺസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ എന്തൊരു കാര്യം പഠിച്ചു തുടങ്ങുമ്പോഴും അതിൻ്റെ ബേസിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് ഒരു വയലിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാം. വയലിൻ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പം പ്രധാനമായിട്ട് ഒരു വയലിന് 4 സ്ട്രിങ്സ് ആണ് വരുന്നത്. അതിൽ 5 സ്ട്രിങ്സ് ഉള്ള വയലിനുണ്ട്. അപ്പം സ്ട്രിങ്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വയലിന് ഈ ലെഫ്റ്റ് ഷോൾഡറിലാണ് കീപ്പ് ചെയ്യുന്നത്. അന്നേരം അതിന്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ വളരെ തിന്നായിട്ട് വരുന്ന ഒരു സ്ട്രിങ് ഉണ്ട്. വളരെ തിന്നാണ് അത് ഫസ്റ്റ് സ്ട്രിങ്. അതിനെ ഈ സ്ട്രിങ് എന്നും പറയും. ദെൻ അടുത്തത് കുറച്ചുകൂടെ കട്ടി കൂടിയ സ്ട്രിങ് സെക്കൻഡ് സ്ട്രിങ്, അതിനേക്കാളും കട്ടി കുറച്ചുകൂടെ കൂടിയത് തേർഡ് സ്ട്രിങ്, ഏറ്റവും കട്ടിയുള്ളത് ഫോർത്ത് സ്ട്രിങ്. അങ്ങനെ 4 സ്ട്രിങ് ഉള്ള വയലിൻസിന് അങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇങ്ങനെ 4 സ്ട്രിങ് ആണ് വരുന്നത്. ഈ സ്ട്രിങ്സിൽ ഇവിടെ ഫിംഗർ വെച്ചിട്ടാണ് നമ്മൾ വയലിൻ പ്ലേ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഈ ഫിംഗർ യൂസ് ചെയ്യുന്ന ഈ ഒരു പോർഷനെ, അതായത് ഈ അറ്റം തൊട്ട് ഇവിടം വരെയുള്ള ഈ ബ്ലാക്ക് പോർഷനെ ഫിംഗർ ബോർഡ് എന്ന് പറയും. വയലിന് 4 സ്ട്രിങ് ഉള്ള വയലിനാണെങ്കിൽ അതിന് 4 ട്യൂണിംഗ് പെഗ്സ് ആണ് ഉണ്ടാവുക. 5 സ്ട്രിങ് ഉള്ള വയലിന് 5 എണ്ണം ഉണ്ടാവും. അതെന്തിനാണെന്ന് വെച്ചാൽ അതിന്റെ പേര് പോലെ തന്നെ ഈ സ്ട്രിങ്സ് നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് അത് ട്യൂൺ ചെയ്യാൻ. നമ്മൾ ഓരോ സന്ദർഭങ്ങളിൽ ഓരോ ട്യൂണിലായിരിക്കാം വായിക്കുന്നത്. ട്യൂൺ മാറ്റാനും ഈ സ്ട്രിങ്സ് ടൈറ്റ് ചെയ്യാനും ഈ ട്യൂണിംഗ് പെഗ്സ് യൂസ് ചെയ്യാൻ. ഈ ട്യൂണിംഗ് പെഗ്സ് കണക്ട് ചെയ്യുന്ന ഈ ഒരു പോർഷൻ, ഇതാണ് പെഗ് ബോക്സ്. ഈ പെഗ് ബോക്സിനകത്തില് ട്യൂണിംഗ് പെഗ്സിനോട് ചേർത്താണ് വയലിന്റെ സ്ട്രിങ്സ് നമ്മൾ കണക്ട് ചെയ്തിട്ട് മുറുക്കി. ഫിംഗർ ബോർഡിന്റെ ഏറ്റവും താഴെയായിട്ട് ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നോക്ക്, ഏറ്റവും താഴെയായിട്ട് ഒരു പോർഷൻ ഒരല്പം ബൾജ് ചെയ്ത് നിൽക്കുന്നതാണ്. അതിനെ നട്ട് എന്നാണ് പറയുക. ഇത് സ്ക്രോൾ. ഈ ഒച്ചിന്റെ പോലെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ഈ ഭാഗത്തിന് സ്ക്രോൾ എന്നാണ് പറയുന്നത്. ഇനി ഈ ഫിംഗർ ബോർഡിന്റെ ബാക്ക് പോർഷൻ, ഫിംഗർ ബോർഡിന്റെ ഈ ബാക്ക് വരുന്ന, ഇതിലിപ്പോൾ അവര് സെപ്പറേറ്റ് കളർ ചെയ്തിരിക്കുന്നുണ്ടെന്ന് നന്നായിട്ട് അറിയാം. ഈ യെല്ലോ കളർ പോർഷൻ വരുന്നത് ഇതിന് നെക്ക് എന്ന് പറയും. നെക്ക് വയലിന്റെ ആ ഒരു സ്ട്രക്ചർ നോക്കിയാൽ തന്നെ അറിയാം. അടുത്ത പോർഷൻ വരുന്നത് ബ്രിഡ്ജ്. ഇതിനെ ബ്രിഡ്ജ് എന്ന് പറയും. യൂസ് ചെയ്യുന്നത് ഈ സ്ട്രിങ്സിനെ ഒന്ന് ഉയർത്തി വെക്കാൻ വേണ്ടിയിട്ടാണ്. സ്ട്രിങ്സ് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുമല്ലോ, സ്ട്രിങ്സിന് ജസ്റ്റ് ഈ ഒരു കർവ് അല്ല, ഈ ഒരു ഷേപ്പ് വരണം. അതിന് വേണ്ടിയിട്ട് സ്ട്രിങ്സിനെ ഉയർത്തി നിർത്താനാണ് ഈ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. വയലിന്റെ ബോഡിയിൽ കാണുന്ന ഈ ഹോള്, ഇതിനെ എഫ് ഹോൾ എന്ന് പറയുന്നു. അടുത്തത് ഫൈൻ ട്യൂണർ ആണ്. ട്യൂണിംഗ് പെഗ്സ് ഉപയോഗിച്ചിട്ടാണ് സ്ട്രിങ്സ് ട്യൂൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ സ്ട്രിങ്സ് നമ്മൾ ട്യൂണിംഗ് പെഗ്സ് വെച്ച് ട്യൂൺ ചെയ്താലും അതിന് മൈന്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവാം. ആ ഒരു ചേഞ്ച് പോലും ഇതായിട്ട് ട്യൂൺ ചെയ്തെടുക്കാനാണ് ഈ ഫൈൻ ട്യൂണർ യൂസ് ചെയ്യുന്നത്. ഇത് 4 സ്ട്രിങ് ആയതുകൊണ്ട് തന്നെ 1 2 3 4 ഓരോ സ്ട്രിങ്ങിനും ഓരോന്ന് വെച്ച് 4 ട്യൂണേഴ്സ് ഉണ്ടാവും. അടുത്തത് വയലിന്റെ ഈ ഒരു പോർഷനാണ്. ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ള ഈ ഒരു പോർഷനാണ് ടെയിൽ പീസ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, വയലിന്റെ ഈ സ്ട്രിങ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, അതിനെ വലിച്ച് ഇവിടെ കെട്ടിയതിന് ശേഷം ഈ ടെയിൽ പീസ് നേരെ കൊണ്ടുവന്ന് ഇവിടെ കണക്ട് ചെയ്യും. ദെൻ ഇതാണ് വയലിന്റെ ചിൻറസ്റ്റ്. ചിൻറസ്റ്റ് ആക്ച്വലി ക്ലാസിക്കൽ വയലിനിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെയാണ് വയലിൻ ഇരിക്കുക. വെസ്റ്റേൺ വയലിൻസ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അടുത്തത് വയലിന്റെ അകത്ത്, അത് നിങ്ങളുടെ കയ്യിൽ വയലിൻ ഉണ്ടെങ്കിൽ കാണാവുന്നേ പറ്റൂ. ഇത് നമുക്കിപ്പം ഇവിടുന്ന് കാണിച്ചു തരാൻ പ്രയാസമാണ്. വയലിന്റെ അകത്ത് വയലിന്റെ മുകളിൽ നിന്ന്, അതായത് വയലിന്റെ ഈ മുകൾ ഭാഗത്തു നിന്ന് ഈ താഴ്ഭാഗത്തോട്ട് ടച്ച് ചെയ്യുന്ന ഒരു പോസ്റ്റ് ഉണ്ടാവും. ചെറിയൊരു തടിക്കഷ്ണം, ഒരു പോസ്റ്റ്. അതിന് സൗണ്ട് പോസ്റ്റ് എന്ന് പറയും. ആക്ച്വലി നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ ആ സൗണ്ട് പോസ്റ്റ് വഴിയാണ് ഈ പൊള്ളയായിട്ടുള്ള ഭാഗത്തേക്ക് സൗണ്ട് കയറുകയും ഈ എഫ് ഹോൾ വഴി പുറത്തു വരികയും ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സൗണ്ട് പോസ്റ്റ്. അപ്പൊ ഇത്രയുമാണ് വയലിന്റെ പാർട്സ് വരുന്നത്. അടുത്തത് വരുന്നത് ബോ. ഈ ബോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വയലിൻ പ്ലേ ചെയ്യുന്നത്. അപ്പം ഇനി ബോയുടെ ഏറ്റവും മുകളിലുള്ള ഈ ഒരു പോർഷൻ, ഏറ്റവും മുകളിലുള്ള ആ ഒരു കട്ടിയുള്ള പോർഷൻ, അതിനെ ടിപ്പ് എന്ന് പറയും. ദെൻ ഇത് സ്റ്റിക്ക്, പേര് പോലെ തന്നെയാണ്. ഇത് സ്റ്റിക്ക് വരും. ഇതാണ് അതിന്റെ ഹെയർ. ഇവിടെ ആക്ച്വലി ഇവിടെ കൈകൊണ്ട് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ബോയുടെ ശബ്ദം പോവും. അതുകൊണ്ട് ഇവിടെ കൈകൊണ്ട് തൊടാൻ പാടില്ല. ഞാൻ തൊടണമെന്ന് അത്ര നിർബന്ധമുള്ളവർക്ക് ഇവിടെ തൊടാം, ഈ ഭാഗത്ത് തൊടാം.
ഇത് ഹെയർ ആണ്. അപ്പം ഒന്ന് നൈലോൺ നൂല് വരുന്നുണ്ട്, ഈ ഹെയറിന് പകരം നൈലോൺ നൂല് വരുന്നുണ്ട്. അത് ആ ബോ എന്ന് പറയുന്നത് കുറച്ച് റേറ്റ് കുറഞ്ഞ ഒരു 1000 താഴെയൊക്കെ റേറ്റ് വരത്തുള്ളൂ. ആ ബോ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഹോഴ്സിന്റെ ഹെയർ ആയിരിക്കും. അതിന് കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ്. അതാണ് കുറച്ചുകൂടെ നല്ല ബോ. അതിന് ഒരു ചെറിയ യെല്ലോ കളർ ഇവിടെ വരും. മറ്റേ നൈലോൺ നൂല് വരുമ്പോഴത്തേക്കും പ്യുവർ വൈറ്റ് ആയിരിക്കും. ബോയുടെ ഈ ഒരു ഭാഗം ഇതിന് ഗ്രിപ്പ് എന്നാണ് പറയുക. പേര് പോലെ തന്നെ അതിന് നല്ല ഗ്രിപ്പ് ആയിട്ടുള്ള പോർഷൻ, അതായത് ബോ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഗ്രിപ്പ് എന്ന് പറയും. പിന്നെ ഈ ചതുരമല്ല, ഈ ഒരു പോർഷനെ ഫ്രോഗ് എന്ന് പറയും. കണ്ണ് കണ്ടോ? കണ്ണല്ല, ആക്ച്വലി അത് ഡോട്ടാണ്. ആ ഒരു ഡോട്ട് വരുന്ന ഈ ഭാഗം ഇതിന് ഫ്രോഗ് എന്ന് പറയും. ഇത് സ്ക്രൂ. ഈ ഒരു ഗോൾഡൻ പോർഷൻ വരുന്നത് സ്ക്രൂ എന്ന് പറയും. സ്ക്രൂ അതും എന്തിനാണെന്ന് വെച്ചാൽ ഈ സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടാണ്. അതുപോലെ യൂസ് ചെയ്ത് കഴിയുമ്പം യൂസ് ചെയ്തിട്ട് ഇത് ബോക്സിൽ, ഇത് അതിന്റെ കേസിൽ എടുത്ത് വെക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം, ഇതിവിടെ ലൂസ് ചെയ്ത് അങ്ങനെ ലൂസ് ആക്കി വേണം ബോക്സിൽ എടുത്ത് വെക്കാൻ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ ബോക്സ് എന്ന് പറയുന്നത് തെർമോക്കോളിന്റെ ബോക്സാണ് വരുന്നത്. അന്നേരം നല്ല ചൂടായിരിക്കും ബോക്സിന്. അപ്പൊ ചൂട് വരുമ്പോഴത്തേക്കും ഇത് പിന്നെയും ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് ടൈറ്റ് ആക്കി തന്നെ നമ്മൾ എടുത്ത് വെച്ചാൽ വീണ്ടും ടൈറ്റ് ആയിട്ട് ബോയ്ക്ക് ഒരു ബെൻഡ് ഉണ്ട്. അതല്ല നമ്മൾ ഇങ്ങനെ ലൂസ് ആക്കാതെ എടുത്ത് വെച്ചാൽ അത് ഇങ്ങനെ അങ്ങ് തിരിച്ച് ബെൻഡായിട്ട് ഇത് ഇങ്ങനെയൊക്കെ ആയിപ്പോകും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. യൂസ് ചെയ്യാൻ നേരം വീണ്ടും ഇവിടെ ടൈറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും അടുത്തുള്ള വീഡിയോസിൽ ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വയലിന്റെ ഓരോ ലെസൺസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.